നിങ്ങളെല്ലാവരും ലോക കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലെ മൂത്തോൻ എന്ന ശക്തമായ കഥാപാത്രത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മനുഷ്യരാശിയുടെ സംരക്ഷകൻ, അറിവിന്റെ ദാതാവ്. മെസപ്പട്ടോമിയൻ പുരാണങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട കഥാപാത്രമാണിത്. മൂത്തോന് എൻഗി എന്ന ജ്ഞാനദേവന്റെ പ്രതിച്ഛായയാണ് സിനിമ നൽകിയിരിക്കുന്നത് എന്ന് തോന്നുന്നു. ഇന്ന് നമുക്ക് എൻഗി മനുഷ്യരാശിക്ക് വേണ്ടി ചെയ്ത അവിശ്വസനീയമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൂടെ മൂത്തോൻ വെറും സൂപ്പർ ഹീറോ എന്നതിലുപരി സിനിമയിൽ എത്ര ശക്തനായിട്ടായിരിക്കും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇമാജിൻ ചെയ്യാം. മനുഷ്യരാശിയെ നശിപ്പിക്കാൻ മറ്റു ദേവന്മാർ ശ്രമിച്ചപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അവരോട് എതിർത്ത ദേവൻ എൻഗി, ജ്ഞാനത്തിന്റെയും സൃഷ്ടിയുടെയും ജലത്തിന്റെയും ദേവൻ. എൻഗി ജീവിച്ചത് അപ്സുവിലായിരുന്നു, ഭൂമിക്കടിയിലെ ശുദ്ധജലത്തിന്റെ സമുദ്രം, അവിടെ എരുതു എന്ന നഗരം. അദ്ദേഹം ബുദ്ധിശാലിയായിരുന്നു. ആകാശദേവനായ അനുവും കാറ്റിന്റെയും കൊടുങ്കാറ്റിന്റെയും ദേവനായ എൻലിനും അധികാരവും ശക്തിയും ഉപയോഗിച്ച് ഭരിച്ചപ്പോൾ എൻഗി കൗശലം കൊണ്ടും ബുദ്ധി കൊണ്ടും ഭരിച്ചു. എൻഗി എന്നാൽ ഭൂമിയുടെ നാഥൻ എന്നാണ് അർത്ഥം. സുമേറിയക്കാരാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. ബാബിലോണിയക്കാരും അക്കാഡിയന്മാരും അദ്ദേഹത്തെ ഈയ എന്ന പേരിൽ ആരാധിച്ചു. സമുദ്രത്തിന്റെ നാഥനാവുന്നതിനു മുമ്പ് എൻഗിക്ക് അപ്സുവിനെ കീഴടക്കേണ്ടി വന്നു. അപ്സു ഒരു ആദിദേവൻ കൂടിയാണ്, ഭൂമിക്കകത്തെ ആഴത്തിലുള്ള ശുദ്ധജലത്തിന്റെ മൂർത്തിഭാവം. ചില പതിപ്പുകളിൽ അപ്സു എൻഗിയുടെ പിതാവാണ്. അപ്സുവും പത്നിയായ തിയാമത്തും ചെറുപ്പക്കാരായ ദേവന്മാർക്ക് ജന്മം നൽകി. പക്ഷെ ഇവരുടെ ശബ്ദവും അരാജകത്വവും നിരന്തരം സമാധാനം നഷ്ടപ്പെടുത്തുന്നു. അപ്സു കണ്ട പരിഹാരമാകട്ടെ ഇവരെ എല്ലാം നശിപ്പിച്ച് പ്രപഞ്ചത്തെ ആദ്യമുണ്ടായിരുന്ന ഗ്രേറ്റ് സൈലൻസിലേക്ക് തിരികെ കൊണ്ടുപോവുക. തിയാമത്ത് തന്റെ മക്കൾക്ക് മുന്നറിയിപ്പ് നൽകി. അവർ ഭയചകിതരായി, ഒരാളൊഴിച്ച് എൻഗി. അദ്ദേഹം ഒരു പദ്ധതിയുമായി വന്നു. തന്റെ മാന്ത്രിക വിദ്യയിലെ വൈദഗ്ധ്യം ഉപയോഗിച്ച് എൻഗി അപ്സുവിനെ ഗാഠനിദ്രയിലാക്കുന്ന ഒരു ശക്തമായ മന്ത്രം ചൊല്ലി. ആദിദേവൻ ഉറങ്ങുമ്പോൾ എൻഗി അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന്റെ ജലരാജ്യം സ്വന്തമാക്കി. അപ്സുവിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ അദ്ദേഹം ഭൂമിയിലെ എല്ലാ ശുദ്ധജല സ്രോതസ്സുകളുടെയും ദേവനായി. മെസപ്പട്ടോമിയൻ പുരാണ പ്രകാരം മനുഷ്യരുണ്ടായ കഥയിൽ എൻഗിയുടെ സ്ഥാനം വലുതാണ്. ദേവന്മാർ ക്ഷീണിതരായിരുന്നു. ഇഗിഗി എന്ന് വിളിക്കപ്പെടുന്ന ചെറുപ്പക്കാരായ ദേവന്മാരാണ് എല്ലാ കഠിനാധ്വാനവും ചെയ്തിരുന്നത്. അവർ കനാലുകൾ കുഴിച്ചു, നഗരങ്ങൾ നിർമ്മിച്ചു, ലോകം പരിപാലിക്കാൻ വേണ്ട എല്ലാ പണികളും ചെയ്തു. നൂറ്റാണ്ടുകളോളം ഇത് തുടർന്നപ്പോൾ അവർ ക്ഷീണിച്ച് സമരത്തിലേക്ക് പോയി. അവർ എൻലിനോട് ഇനി ഞങ്ങൾ ഇത് ചെയ്യില്ല എന്ന് ശക്തമായി പറഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ദേവന്മാരെല്ലാവരും കൂടി ഒരു സഭ കൂടി. ഇവിടെയാണ് ഒരു പരിഹാരവുമായി എൻഗി പ്രവേശിക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിച്ചത് പണിയെടുക്കാൻ മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. എന്നാൽ എങ്ങനെ മനുഷ്യരെ സൃഷ്ടിക്കും? എൻഗി അപ്സുവിൽ നിന്നുള്ള കളിമണ്ണും വെയിലു എന്ന വധിക്കപ്പെട്ട ദേവന്റെ രക്തവും കലർത്തി മനുഷ്യന് ഭൗതിക രൂപവും ജീവനും നൽകി. 7 പുരുഷന്മാരെയും 7 സ്ത്രീകളെയും ശ്രദ്ധയോടെ രൂപപ്പെടുത്തി. ചില കഥകളിൽ മാതൃദേവിയായ നിൻഹുർസാഗാണ് ജനന പ്രക്രിയയിൽ എൻഗിയെ സഹായിക്കുന്നത്. എന്തായാലും എൻഗി തന്നെയായിരുന്നു ആർക്കിടെക്ട്. അദ്ദേഹം മനുഷ്യർക്ക് ചിന്തിക്കാനും സംസാരിക്കാനും സൃഷ്ടിക്കാനുമുള്ള കഴിവ് നൽകി. അതെ, ജ്ഞാനദേവനായ എൻഗിയുടെ സ്വന്തം വ്യക്തിത്വം പ്രതിഫലിക്കുന്ന സ്വഭാവ ഗുണങ്ങൾ തന്നെയായിരുന്നു മനുഷ്യൻ അദ്ദേഹം നൽകിയത്. എൻഗി അവരെ വെറും അടിമകളായി മാത്രം കണ്ടില്ല, ബുദ്ധിയും സർഗാത്മകതയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകളും നൽകി. മനുഷ്യനുണ്ടായ ശേഷം ലോകം വിഘടിച്ചു കിടക്കുകയായിരുന്നു. അതിനെ സംഘടിപ്പിച്ച് ശരിയായി പ്രവർത്തിക്കാൻ എൻഗി തന്നെ മുൻകൈയെടുത്തു. അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിച്ചു, എല്ലാം ശരിയായ സ്ഥാനത്ത് സ്ഥാപിച്ചു. ആദ്യം സുമേറിയയിലേക്ക് പോയി, അവിടം സമൃദ്ധമാക്കി, അതിനെ നാഗരികതയുടെ കേന്ദ്രമാക്കി. പിന്നീട് അദ്ദേഹം മറ്റു ദേശങ്ങളിലേക്ക് യാത്ര ചെയ്തു. മെലൂഹ, അത് സിന്ധു നദിയുടെ സംസ്കാരം. പിന്നീട് ദിൽമുൻ, ഏലാം, മാർഹഷി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോയി. ഓരോ പ്രദേശത്തിനും അദ്ദേഹം പ്രത്യേകം പങ്കുകളും വിഭവങ്ങളും നൽകിയിരുന്നു. ടൈഗ്രീസിലും യൂഫ്രട്ടീസിലും ഒഴുകുന്ന ജലവും മത്സ്യവിഭവങ്ങളും നിറച്ചു. ചതുപ്പ് നിലങ്ങളിൽ നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തി. കൃഷിഭൂമിയും മേച്ചിൽപ്പുറങ്ങളും തമ്മിലുള്ള അതിർവരമ്പുകൾ സ്ഥാപിച്ചു. സമൂഹങ്ങളെ ഒരുമിപ്പിച്ച് നാഗരികതയുടെ വിവിധ വശങ്ങൾക്ക് മേൽനോട്ടം നയിക്കാൻ ദേവന്മാരെ നിയമിച്ചു. മൊത്തത്തിലുള്ള അധികാര ചുമതല എൻലിന് നൽകി. ജനനത്തിനും വന്യജീവികളുടെ നിയന്ത്രണത്തിനും നിൻഹുർസാഗിനെ നിയമിച്ചു. സമയവും ഋതുക്കളും ട്രാക്ക് ചെയ്യാൻ ചന്ദ്രദേവനായ നന്നയെ നിയമിച്ചു. എൻഗി പ്രപഞ്ചത്തിന്റെ പ്രൊജക്ട് മാനേജർ ആയിരുന്നു. അദ്ദേഹം അരാജകമായ ഒരു പ്രപഞ്ചത്തെ ക്രമീകരിച്ച് പ്രവർത്തിക്കുന്ന ലോകമാക്കി മാറ്റി. എൻഗിയും എൻലിനും തമ്മിലുള്ള ഒരു കോൾഡ് വാറിന്റെ കഥ പറയാം. മനുഷ്യർ പെറ്റുപെരുകി ഭൂമിയിൽ പടർന്നു. നഗരങ്ങൾ ശബ്ദമയവും തിരക്കുള്ളതുമായി. പുരാണങ്ങൾ പ്രകാരം ദേവന്മാരുടെ രാജാവായ എല്ലിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ ബഹളവും അയാളുടെ ഉറക്കം കെടുത്തി. അദ്ദേഹം മനുഷ്യരാശിയെ ഒരു വൻ പ്രളയം കൊണ്ട് തുടച്ചു നീക്കാൻ തീരുമാനിച്ചു. എന്നാൽ എൻഗിക്ക് ഈ പദ്ധതി ഇഷ്ടപ്പെട്ടില്ല. മനുഷ്യൻ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ഒരു ശബ്ദത്തിന്റെ പേരിൽ ബുദ്ധിയും പല കഴിവുകളും ഉള്ള മനുഷ്യനെ നശിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിനാൽ എൻഗി ദേവന്മാരെ മുഴുവൻ എതിർക്കാൻ തീരുമാനിച്ചു.
ദേവന്മാരറിയാതെ മനുഷ്യർക്ക് എങ്ങനെ മുന്നറിയിപ്പ് നൽകാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അത്രഹാസിസ് എന്ന ജ്ഞാനിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എൻഗി അത്രഹാസിസിന്റെ ചുമരിനടുത്തേക്ക് പോയി സംസാരിച്ചു. മറുവശത്ത് ആൾ കേൾക്കുന്നുണ്ടെന്ന് എൻഗിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ചുമരിനോട് വരാനിരിക്കുന്ന പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു വള്ളം നിർമ്മിക്കാനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹത്തിന്റെ കുടുംബം, കന്നുകാലികൾ, കരകൗശല തൊഴിലാളികൾ എന്നിവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയൊരു വള്ളം. അത്രഹാസിസ് നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടർന്നു. അദ്ദേഹം ഒരു വലിയ വള്ളം നിർമ്മിച്ചു. ജീവജാലങ്ങളും സാധന സാമഗ്രികളും കയറ്റി ബിറ്റുമൻ കൊണ്ട് അത് അടച്ചു. പ്രളയം 7 പകലും രാത്രിയും വിനാശകരമായിരുന്നു. ദേവന്മാർ പോലും ഭയപ്പെട്ടു. അവർ നായ്ക്കളെ പോലെ ഒളിച്ചിരുന്നു എന്നാണ് മെസപ്പൊട്ടേമിയൻ പുരാണം പറയുന്നത്. ഒടുവിൽ വെള്ളം കുറഞ്ഞു. അത്രഹാസിസിന്റെ വള്ളം ഒരു മലയിൽ വന്നു നിന്നു. അദ്ദേഹം ദേവന്മാർക്ക് ഒരു യാഗം നടത്തി. മനുഷ്യന്റെ ആരാധനയില്ലാതെ പട്ടിണി കിടന്നിരുന്ന ദേവന്മാർ ഈച്ചകളെ പോലെ ഒത്തുകൂടി എന്നതും ഒരു പുരാതന ഗ്രന്ഥത്തിൽ നിന്നുള്ള വരിയാണ്. ഞങ്ങൾക്ക് മനുഷ്യരെ ആവശ്യമാണെന്ന് ദേവന്മാർ തിരിച്ചറിഞ്ഞത്രേ. ചില മനുഷ്യർ അതിജീവിച്ചു എന്ന് കണ്ടെത്തിയപ്പോൾ എൻലിൻ രോഷാകുലനായി. എൻഗി അവരെ സഹായിച്ചു എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. എന്നാൽ എൻഗി യുക്തി കൊണ്ട് തന്റെ പ്രവർത്തികളെ പ്രതിരോധിച്ചു. ചിലരുടെ പാപങ്ങൾക്ക് എല്ലാ മനുഷ്യരെയും തുടച്ചു നീക്കുന്നത് അന്യായമാണെന്ന് അദ്ദേഹം വാദിച്ചു. പകരം പ്രകൃതിദത്തമായ ജനസംഖ്യാ നിയന്ത്രണങ്ങൾ അദ്ദേഹം നിർദ്ദേശിച്ചു. രോഗങ്ങൾ, വന്യമൃഗങ്ങളുടെ ആക്രമണം, കുട്ടികൾ ഉണ്ടാവാത്തവർ. എൻലിൻ ഒടുവിൽ മനുഷ്യരാശി തുടരാൻ അനുവദിച്ചു. ഇഷ്താർ എൻഗിയുടെ കയ്യിൽ നിന്നും മേ എന്ന മനുഷ്യരാശിയുടെ സോഴ്സ് കോഡ് തട്ടിയെടുത്ത കഥ ഇഷ്താറിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാം. അതുപോലെ ഇഷ്താർ പാതാളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവളെ രക്ഷിക്കാനായി എൻഗി വഹിച്ച പങ്കും ആ വീഡിയോയിൽ കാണാം. ഇനി മെസപ്പൊട്ടേമിയൻ പുരാണത്തിലെ മറ്റൊരു വിചിത്രമായ കഥ പറയാം. ദിൽമുൻ ശുദ്ധവും കേടുകൂടാത്തതുമായ ഭൂമിയായിരുന്നു. അവിടെ രോഗങ്ങളോ മരണമോ വാർദ്ധക്യമോ ഒന്നും തന്നെ ഇല്ല. ആകെയുള്ള പ്രശ്നം ശുദ്ധജലമില്ല. എൻഗി അപ്സുവിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഭൂമിയിൽ നിറച്ച് ദിൽമുനെ ജീവനുള്ളതാക്കി. ദിൽമുനിൽ താമസിച്ചിരുന്ന മാതൃദേവയായ നിൻഹുർസാഗ് വളരെ സന്തുഷ്ടയായി 8 ചെടികൾ സൃഷ്ടിച്ചു. എന്നാൽ എൻഗിക്ക് കൗതുകം കുറച്ച് കൂടുതലായിരുന്നു. അദ്ദേഹം അതെന്താണെന്ന് ചോദിക്കാതെ 8 ചെടികളും തിന്നാൻ തീരുമാനിച്ചു. ഇത് നിൻഹുർസാഗിനെ തികച്ചും രോഷാകുലയാക്കി. അദ്ദേഹം കഴിച്ച ഓരോ ചെടികൾക്കും ഓരോ മാരക രോഗങ്ങൾ വീതം കൊടുത്ത് അവർ എൻഗിയെ ശപിച്ച ശേഷം അപ്രത്യക്ഷയായി. ശാപം പ്രവർത്തിച്ചു. എൻഗി മരണക്കിടക്കയിലായി. അദ്ദേഹത്തിന്റെ ഓരോ അവയവങ്ങളും നശിക്കാൻ തുടങ്ങി. ദേവന്മാർ പരിഭ്രാന്തരായി. എൻഗി പ്രപഞ്ചത്തിന് അനിവാര്യമായിരുന്നു. അദ്ദേഹമില്ലാതെ ശുദ്ധജലം ഒഴുകുന്നത് നിലയ്ക്കും, മാന്ത്രിക വിദ്യ അവസാനിക്കും, നാഗരികത തകരും. ശാപം തീർക്കാൻ നിൻഹുർസാഗ് തന്നെ വേണം. ആർക്കും അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ ഒരു കുറുക്കൻ അവളെ കൊണ്ടുവരാമെന്ന് വാഗ്ദാനം ചെയ്തു. അവൻ വിജയിച്ചു. എൻഗിയെ മരണത്തിനടുത്ത് കണ്ട നിൻഹുർസാഗ് അദ്ദേഹത്തിനോട് കരുണ കാണിച്ചു. അവൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ചോദിച്ചു, എന്താണ് വേദനിക്കുന്നത്? എൻഗി പറഞ്ഞ ഓരോ ശരീരഭാഗത്തിനും ആ പ്രത്യേക രോഗം സുഖപ്പെടുത്താൻ നിൻഹുർസാഗ് ഒരു ദേവതയെ സൃഷ്ടിച്ചു. ഇനി നമുക്ക് അദാപ്പയുടെ കഥ കേൾക്കാം. ഇദ്ദേഹത്തെ ആദ്യ മനുഷ്യൻ അല്ലെങ്കിൽ ജ്ഞാനിയായ മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. അദാപ്പ എറുതു നഗരത്തിൽ എൻഗിയുടെ പുരോഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംതൃപ്തനായ എൻഗി അദ്ദേഹത്തിന് അസാധാരണമായ ജ്ഞാനം നൽകി. നിത്യജീവൻ ഒഴിച്ച് ഭാഷയും സംസ്കാരവും ദേവന്മാരുടെ രഹസ്യവും ഒക്കെ അദ്ദേഹത്തിന് നൽകി. ഒരു ദിവസം അദാപ്പ പേർഷ്യൻ ഉൾക്കടലില് മത്സ്യബന്ധനം നടത്തുമ്പോൾ കാറ്റ് അദ്ദേഹത്തിന്റെ വള്ളം മറച്ചു കളഞ്ഞു. കോപത്തിൽ അദ്ദേഹം കാറ്റിനെ ശപിച്ചു. അദ്ദേഹത്തിന്റെ ജ്ഞാനശക്തി കൊണ്ട് ശാപത്തിന് വളരെ ശക്തിയുണ്ടായിരുന്നു. 7 ദിവസത്തേക്ക് കാറ്റ് വീശിയില്ല. ദേവന്മാരുടെ രാജാവായ ആകാശദേവനായ അനു ഈ പ്രപഞ്ചക്രമത്തിലെ തടസ്സം ശ്രദ്ധിച്ചിരുന്നു. അത് വിശദീകരിക്കാൻ അദാപ്പയെ സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇത് അപകടകരമായിരുന്നു. മനുഷ്യൻ സ്വർഗം സന്ദർശിച്ച് തിരിച്ചു വരാറില്ല. അദാപ്പ കുഴപ്പത്തിലാണെന്ന് എൻഗിക്ക് മനസ്സിലായി. അതിനാൽ അദ്ദേഹം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ അദാപ്പയ്ക്ക് നൽകി. സ്വർഗത്തിൽ നിങ്ങൾക്ക് അപ്പവും വെള്ളവും വാഗ്ദാനം ചെയ്താൽ 2 നിരസിക്കുക. അനു ശിക്ഷയായി മരണത്തിന്റെ അപ്പവും വെള്ളവും നൽകുമെന്നായിരുന്നു എൻഗിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അത് തെറ്റായിരുന്നു. അദാപ്പ അവിടെ എത്തിയപ്പോൾ അനു അയാളെ നന്നായി തന്നെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിൽ ആകൃഷ്ടനായി അദ്ദേഹത്തിന് അമർത്യത നൽകാൻ തീരുമാനിച്ചു. അതെ, ജീവന്റെ അപ്പവും വെള്ളവും. എൻഗിയുടെ നിർദ്ദേശങ്ങൾ പിന്തുടർന്ന അദാപ്പ 2 നിരസിച്ചു. അനു ആശയക്കുഴപ്പത്തിലായി. അമർത്യത എന്തിനാണ് നിരസിക്കുന്നത്? എൻഗിയാണത് പറഞ്ഞതെന്ന് അനു മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പുഞ്ചിരിച്ചു. എൻഗിക്ക് തന്റെ സൃഷ്ടിയോടുള്ള ജാഗ്രതയും സംരക്ഷണവും ഉള്ളതിനാൽ അദ്ദേഹം അബദ്ധത്തിൽ മനുഷ്യരാശി നിത്യജീവൻ നേടുന്നത് തടഞ്ഞിരിക്കുന്നു. പുരാതന ദേവന്മാർക്കിടയിൽ എൻഗിയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ്. തന്ത്രശാലിയും ബുദ്ധിമാനുമായ ദൈവം. അധികാരത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഭരിച്ച എൻലിനിൽ നിന്ന് വ്യത്യസ്തമായി കൗശലത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് എൻഗി പ്രശ്നങ്ങൾ പരിഹരിച്ചത്. ജലം ശുദ്ധീകരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ദുരാത്മാക്കളിൽ നിന്ന് സംരക്ഷിക്കാനും മെസപ്പൊട്ടേമിയക്കാർ എൻഗിയെ വിളിച്ചു. പല വിധത്തിൽ എൻഗി മനുഷ്യരാശിയുടെ മികച്ച ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്.
ബുദ്ധി, കരുണ, സർഗാത്മകത. ശരിയാണ്, അദ്ദേഹം എല്ലാം തികഞ്ഞവനായിരുന്നില്ല. തെറ്റുകൾ ചെയ്തിരുന്നു, മദ്യപിച്ചിരുന്നു, അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മനുഷ്യരാശിയുടെ പക്ഷത്തായിരുന്നു. ഒരു സംസ്കാരത്തിന് അറിവ് പകർന്ന ദേവൻ. ലോകയിലെ മൂത്തോനെ കുറിച്ച് നമുക്ക് അറിയാവുന്ന വിവരണങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് എൻഗിയുമായി ചേർത്ത് വെക്കാനാണ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും മൂത്തോന്റെയും ഇഷ്താറിന്റെയും കഥയായി ലോകയിൽ കാണിക്കാൻ പോകുന്നത്? മൂത്തോന്റെ ചാപ്റ്റർ വരുന്നതിനു മുമ്പ് കഥ താഴെ കമന്റ് ചെയ്യൂ. ആരുടെ കഥയാണ് സിനിമയുടെ കഥയുമായി ചേർന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇഷ്താറിന്റെ വീഡിയോ കാണാത്തവര് കമന്റ് ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അത് കാണാൻ മറക്കരുത്.